ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നുണ്ടാക്കുന്നതില്ലേ പുളിയിഞ്ചില്ലേ, സദ്യയിലൊക്കെയുള്ള പുളിയിഞ്ചി, ഇഞ്ചിപ്പുളി, ഇതിൻ്റെ പലതരം പേരും ഉണ്ട് കേട്ടോ. അപ്പോൾ പുളിയിഞ്ചി ആട്ടെ ഇന്നത്തെ നമ്മളെ ഐറ്റം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടി ഇതേപോലെ ചെറുതായിട്ട് നല്ല ഫൈനായിട്ട് കട്ട് ചെയ്ത 1.5 കപ്പ് ഇഞ്ചി ആട്ടോ എടുത്ത് വെച്ചത്. ഇതേപോലെ നല്ല ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ വേണ്ടത് വേറൊരു ബൗളിൽ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ആ പുളിയിലേക്ക് ഇനി വേണ്ടത് 2.5 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടോ ഈ പുളിയില്ല വെള്ളത്തിലൊന്ന് ലയിപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ട് നല്ലോണം ലയിപ്പിച്ചെടുക്കുക കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ എന്താ പറയുക പെട്ടെന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. മിക്സായി കിട്ടും കേട്ടോ ഇത്. അപ്പോൾ ഇതാ നല്ലോണം ഞാൻ പുളിൻ്റെ വെള്ളം ഒന്ന് അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽ മുളകില്ലേ, ചുവന്ന മുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 1.5 കപ്പ് ഇഞ്ചി ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 10 ചെറിയുള്ളി ആട്ടോ വേണ്ടത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. 2 പച്ചമുളകും കൂടി നല്ലോണം ഫൈനായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിങ് നല്ല ക്ഷമയോടെ കുറച്ച് സമയം എടുത്ത് വേണം കേട്ടോ ചെയ്യാൻ. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ആ സമയമൊക്കെ. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഞാൻ ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ചതാട്ടോ, മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. എന്നിട്ടിത് നല്ലോണം ഗോൾഡൻ കളർ ആകുന്നവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പണിയാട്ടോ. ഇവിടെ മാത്രം കേട്ടോ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, അല്ലാണ്ടൊക്കെ ബാക്കിയെല്ലാം പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇതാ നല്ലോണം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ കളർ മാറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച പുളിൻ്റെ വെള്ളമില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2.5 കപ്പ് വെള്ളം കേട്ടോ. അത് ഇതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനലാണ്, വേണേ ഇട്ടാൽ മതി, ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരണം കേട്ടോ. അത് തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് ഇതാ ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിൽ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാട്ടോ ഇട്ട് കൊടുത്തത്. ഞാൻ എന്താ പറയുക ചിലത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പുളിക്ക് അതിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുറുകി വന്നപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കണം. വല്ലാണ്ട് അങ്ങ് വെള്ളം വറ്റിച്ചെടുക്കണം എന്നല്ല കേട്ടോ പറഞ്ഞത്, ഒന്ന് കുറുക്കിയെടുത്താൽ മതി. എന്നിട്ട് ചൂട് തണിഞ്ഞാൽ ഇത് വീണ്ടും ഒന്നുകൂടി തിക്കായി വരും. ഈ ഒരു സമയമായപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും തിക്നെസ് മതി കേട്ടോ. തീ ഓഫ് ചെയ്ത് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കായി വരും. ഇതിൻ്റെ ചൂടൊക്കെ തണിഞ്ഞിട്ട് എന്താ പറയുക ആ ചൂടോടെ സേവ് ചെയ്യാണ്ട് ചൂട് തണിഞ്ഞിട്ട് സേവ് ചെയ്യുന്ന കേട്ടോ അത്രയും നല്ലത്. എന്നിട്ട് ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ ഒരാഴ്ചയിലൊക്കെ നമ്മൾ അച്ചാറൊക്കെ സൂക്ഷിക്കൂലേ, അതേപോലെ സൂക്ഷിക്കാം കേട്ടോ, ഒന്നും പറ്റൂല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.